നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻസും നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻസും നിങ്ങളുടെ റിലേഷനിൽ വരാൻ പോകുന്ന മാറ്റവുമാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കണം. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, നിങ്ങൾക്ക് പോസിറ്റീവായിട്ടൊരു എനർജി ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോടുകൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സ് നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങളതിനകത്ത് എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും കൊടുക്കുന്നു അതനുസരിച്ച് നിങ്ങൾക്കത് റെസനേറ്റ് ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. പിന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ വീണ്ടും ഞാൻ പറയുകയാണ്, സ്കിപ്പ് ചെയ്ത് പൊക്കോളുക. ഒരു ബാഡ് കർമ്മ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾ ഏത് പോസിറ്റീവാണോ, എന്ത് എനർജിയോട് കൂടിയാണോ നിങ്ങൾ ഈ ഒരു എനർജിയെ കണക്റ്റ് ചെയ്യുന്നത്, ആ ഒരു അവസ്ഥയിലായിരിക്കും നിങ്ങളിലേക്ക് ഇത് വന്നു ചേരുക എന്ന് മനസ്സിലാക്കുക. പോസിറ്റീവായിട്ട് ഫീൽ ചെയ്യുന്നില്ലെങ്കിൽ, നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നില്ലെങ്കിൽ സ്കിപ്പ് ചെയ്തു പോവുക എന്നത് കാണുക കേട്ടോ, ഏറ്റവും പ്രാധാന്യമുള്ളത്. പിന്നെ നമുക്കിതിനകത്ത് അസ്ട്രോളജിക്കൽ സൈൻ നോക്കിയിട്ട് ജനുവരി മാസക്കാരുടെ എനർജി സ്ട്രോങ് ആയിട്ട് നിൽപ്പുണ്ട് കേട്ടോ ഇന്നത്തെ റീഡിങ്സിൽ എന്ന് പറഞ്ഞ് മറ്റെല്ലാവർക്കും റെസനേറ്റ് ആവുക തന്നെ ചെയ്യും. നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ്റെ എനർജി കണക്റ്റഡ് ആയത് മാത്രം ഞാൻ ജസ്റ്റ് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ നമുക്ക് നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് നോക്കുമ്പം ഫസ്റ്റ് തന്നെ പേജ് ഓഫ് സോഴ്സാണ് വന്നിരിക്കുന്നത്. നിങ്ങൾ പാസ്റ്റിനെ, അതായത് നിങ്ങളുടെ ഓർമ്മകളെ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പാസ്റ്റിലെ ആ ഒരു ലൈഫ് സിറ്റുവേഷൻസിനെ ഒന്നും നിങ്ങൾ വിട്ടുകളയുന്നില്ല എന്നാണ് കാണുന്നത്. നിങ്ങളതിങ്ങനെ ഹോൾഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ക്യാരി ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത് കേട്ടോ. അതുമായിട്ട് തന്നെ മുന്നോട്ടേക്ക് പോകുന്ന നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സ്ട്രഗിളിങ് എനർജിയിലാണ്. ചിലപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസുകൾ, ഇമോഷണൽ പരമാകുന്ന തകർച്ചകൾ, വേദനകൾ, അപവാദങ്ങൾ, ഒറ്റപ്പെടലുകൾ, ഒരുപാട് നല്ല രീതിയിലുള്ള എക്സ്പീരിയൻസിലൂടെ നിങ്ങൾ കടന്നു പോന്നിരിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇനി നിങ്ങൾക്കൊന്നും തന്നെ അനുഭവിക്കേണ്ടതായിട്ടില്ല. ഈ ഒരു ജന്മം മാക്സിമം ഒരു വ്യക്തി അനുഭവിക്കേണ്ടതെല്ലാം പൂർത്തീകരിച്ച ഒരവസ്ഥയാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലാതെ വന്നതിൻ്റെ ഫലമായിട്ടും ചിലപ്പോൾ ചില സാഹചര്യങ്ങളിൽ ബുദ്ധിപൂർവം വാക്കുകളോ പ്രവൃത്തികളോ ആക്ഷനൊന്നും എടുക്കാൻ പറ്റാതെ പോയ സിറ്റുവേഷൻസിൻ്റെ ഫലമായിട്ടൊക്കെ നല്ല നഷ്ടങ്ങൾ തന്നെ നിങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളൊരു സിറ്റുവേഷൻസാണ് കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ജീവിതത്തിൻ്റെ എനർജി എടുത്തു കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഒരുപാട് സ്ട്രഗിളിങ് അനുഭവിക്കേണ്ടി വന്നു. ചിലപ്പോൾ അത് ചൈൽഡ്ഹുഡ് കാലം മുതൽക്കേ നിങ്ങൾക്ക് ആ ഒരു സ്ട്രഗിളിങ് എനർജിയിലൂടെ, വേദനകളിലൂടെ കടന്നു പോരേണ്ടി വന്നിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജി കാണാൻ പറ്റുന്നത്. കാരണം ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്കൊരു സന്തോഷം പൂർണ്ണതയോടുകൂടി ഒരു സിറ്റുവേഷൻസിലും അനുഭവിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളുടെ പാസ്റ്റിലാണെങ്കിലും നിങ്ങളുടെ ഏത് കാലഘട്ടങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളും കടന്നു പോരുമ്പോഴും നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൂർണ്ണതയോടു കൂടിയോ ഒരു വിശ്വാസത്തോടു കൂടിയോ സംതൃപ്തിയോടു കൂടിയോ ഒന്നും പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ നമുക്കിതിനകത്ത് പറയാൻ പറ്റും. സ്ട്രഗിളിങ്ങിലൂടെ കടക്കേണ്ടി വന്ന വ്യക്തികളാണ്. പക്ഷേ നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത, നിങ്ങൾ ഒരിക്കലും പാസ്റ്റിനെ വിട്ടുകളയുന്നില്ല. ആ ഒരു ട്രോമയിലുള്ളതാണെങ്കിലും നിങ്ങളോടൊപ്പം കൂടിയ ശത്രുവാണെങ്കിലും മിത്രമാണെങ്കിലും ഒന്നിനെയും നിങ്ങൾ വിട്ടുകളയാതെ നിങ്ങൾ ഹോൾഡ് ചെയ്തുകൊണ്ട് തന്നെ നെക്സ്റ്റ് ആക്ഷൻ എടുത്തു പോകുന്നു. നിങ്ങൾ ചലനമറ്റൊന്നും നിൽക്കുന്നില്ല, സ്തംഭന അവസ്ഥയിലൊന്നുമല്ല, നിങ്ങൾ ആക്ഷൻ എടുത്ത് തന്നെയാണ് പോകുന്നത്. പുതിയ ക്രിയേറ്റിവിറ്റികൾ ചെയ്യാനൊക്കെ കഴിവുള്ള, നല്ല പവർഫുള്ളായതും സ്ട്രോങ് ആയ രീതിയിൽ, അതായത് ബുദ്ധിപൂർവ്വം കാര്യങ്ങളെ കാണാനൊക്കെ കഴിവുള്ള വ്യക്തികളാണ്. നല്ല രീതിയിൽ ഇൻ്റലക്ച്വൽ പവറുള്ള പേഴ്സണാണ് നിങ്ങൾ. പക്ഷേ നിങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങളുടെ അനുഭവങ്ങൾ, നിങ്ങൾക്ക് കിട്ടുന്നതെല്ലാം
നല്ല തിരിച്ചടികളാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചില ബന്ധങ്ങളിൽ നിന്നോ സിറ്റുവേഷൻസിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മാനസിക വ്യത അനുഭവിക്കേണ്ടി വരുന്ന സിറ്റുവേഷൻസുകൾ, അല്ലെങ്കിൽ അങ്ങനെ ഉള്ള എനർജിയോടുകൂടി കടന്നു പോകേണ്ടി വരുന്ന സാഹചര്യത്തെയാണ് കാണുന്നത് കേട്ടോ. തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലേക്കൊക്കെ നോക്കുമ്പം ഇമോഷൻസിനൊന്നും ഒരു വാല്യൂ കൽപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം ഒന്നിലധികം സിറ്റുവേഷൻസുകളിൽ നിന്ന് നിങ്ങൾക്ക് വേദന ലഭിച്ച സ്ഥിതിക്ക് നിങ്ങളെ സംബന്ധിച്ച് എനിക്ക് നോക്കുമ്പം കാണാൻ പറ്റുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും സ്വീകരിക്കാൻ ഓപ്പർച്യൂണിറ്റീസൊക്കെ ലൈഫിലേക്ക് വന്നാലും ഒന്നിനെയും അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഫീലിങ്സ് ഇല്ല, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, അതിനെക്കുറിച്ചൊന്നും അറിയാൻ പോലും നിങ്ങൾ ശ്രമിക്കുന്നില്ല. കുറേ ആളുകളെയൊക്കെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരാത്മീയ പാതയിലേക്കൊക്കെ പോകാൻ ഇഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്കും പുതിയ പുതിയ കാര്യങ്ങളെക്കുറിച്ച് അറിവ് നേടാൻ, കൂടുതൽ ഇൻഫർമേഷൻസുകൾ നേടുക, കൂടുതൽ അറിയാൻ ശ്രമിക്കുക, കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക, അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. സ്ട്രഗ്ലിംഗ് ആണെങ്കിലും നഷ്ടങ്ങളാണെങ്കിലും വീണ്ടും വീണ്ടും പ്രവർത്തിക്കാനുള്ളൊരു മാനസികാവസ്ഥ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആക്കണമെന്നുള്ളൊരു ആഗ്രഹത്തോടു കൂടിയാണ് ഇപ്പം നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത്. അതിനൊരു കറക്റ്റ് ടൈം നിങ്ങൾ കണ്ടെത്തുന്നുണ്ട്. അപ്പം ഈ ഒരു എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾക്ക്, എന്നെ കാണുന്ന പേഴ്സണൊക്കെ എന്തോ ഒരു കാര്യം മനസ്സിനകത്ത് വളരെയധികം ആഗ്രഹത്തോടു കൂടി സൂക്ഷിക്കുന്നുമുണ്ട്. ആ കാര്യത്തെ നിങ്ങൾ ശക്തമായിട്ട് മാനിഫെസ്റ്റിംഗ് ചെയ്യുന്നുമുണ്ട്. ആ ഒരു ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പരിശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പാസ്റ്റിലെ കാര്യങ്ങളെ നിങ്ങൾ വിട്ട് കളഞ്ഞിട്ടൊന്നുമില്ല. എന്ത് ബന്ധങ്ങളായിക്കോട്ടെ, സിറ്റുവേഷൻസ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിനെ നിങ്ങൾ നിങ്ങളുടെ കൂടെ കൂട്ടി തന്നെ ഹോൾഡ് ചെയ്ത് തന്നെ കടന്നു പോകുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ഒരു ചെറിയ സെൽഫ് ലവ് എനർജിയിലേക്കൊക്കെ നിങ്ങളിൽ ഒരുപാട് വ്യക്തികൾ വന്നു ചേരുന്നുണ്ട് കേട്ടോ. ഒരു സ്വന്തമായിട്ട് സന്തോഷിക്കാനും സ്വന്തമായിട്ട് ചില കാര്യങ്ങളൊക്കെ അനുഭവിക്കാനും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാനും ഒറ്റയ്ക്ക് ഭക്ഷണം കഴിക്കാനും ഒറ്റയ്ക്ക് ജീവിതത്തിലെ സ്വപ്നങ്ങളെ കുറിച്ച് ചിന്തിക്കാനും ഒക്കെ തോന്നുന്ന ഒരു സെൽഫ് എനർജിയിലേക്ക്, ഒരു സെൽഫ് ഹാപ്പിനെസ്സിലേക്ക് നിങ്ങൾ വന്നു. പക്ഷേ ഇങ്ങനെയുള്ള എനർജിയിലേക്കൊക്കെ വന്നത് നിങ്ങൾ അനുഭവിച്ച പെയിൻഫുള്ളാകുന്ന ഓരോ കാലഘട്ടത്തിൻ്റെ ആ ഒരു കണക്ഷൻസിനനുസരിച്ചാണ് ഇന്ന് നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലേക്ക് വന്ന് നിൽക്കുന്നത്. കുറച്ച് സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്നുണ്ട്, കാരണം കുറേയും കൂടി കാര്യങ്ങൾ പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അന്നെങ്കിൽ ഫാമിലിപരമാകുന്ന ബന്ധങ്ങളിൽ എന്തൊക്കെയോ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാനുണ്ട്. അതുപോലെ ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിനെക്കുറിച്ചൊക്കെ വളരെയധികം ഓവർ തിങ്കിങ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ട്. പാസ്റ്റിലെ ചില ഇമോഷൻ പരമാകുന്ന കാര്യങ്ങളെ ഒന്ന് കറക്റ്റ് ചെയ്യേണ്ടതാകുന്ന, അതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യേണ്ടതാകുന്ന ചില തെറ്റിദ്ധാരണകളുടെ ഫലമായിട്ട് നിങ്ങളുടെ ബന്ധങ്ങളിൽ സംഭവിച്ച ചില വിള്ളലുകളെ കൂട്ടി യോജിപ്പിക്കണമെന്നൊക്കെ നിങ്ങൾ ശരിക്കും ആഴത്തിൽ ചിന്തിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു പോയ ഒരു പേഴ്സൺ ഇപ്പോഴും നിങ്ങളുടെ ഓർമ്മകളിലുണ്ട് കേട്ടോ. നിങ്ങളെ വിട്ടുപോയ ഒരു വ്യക്തി, അതായത് നിങ്ങളെ നല്ല രീതിയിൽ ചീറ്റിംഗ് ചെയ്ത് കടന്നുപോയതാണ്. അത് നിങ്ങൾക്കറിയാം. അയാൾക്ക് വേണ്ട കാര്യങ്ങൾ നേടിയെടുത്ത്, അല്ലെങ്കിൽ അയാളുടെ ആവശ്യം കഴിഞ്ഞപ്പം നിങ്ങളെ ഒറ്റപ്പെടുത്തി നിങ്ങളിൽ നിന്നും വിട്ടുപോയ ഒരു പേഴ്സണെ ഇപ്പോഴും നിങ്ങൾ വളരെ പ്രഷ്യസ് ആയിട്ട് കാണുന്നു. നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞില്ലേ, ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നുണ്ട്. നിങ്ങൾ ഒരുപാട് വ്യക്തികളിൽ നിന്ന് ഇമോഷണലി പല രീതിയിലുള്ള എക്സ്പീരിയൻസ്, പെയിൻഫുള്ളാകുന്ന എക്സ്പീരിയൻസുകൾ കണക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസിനെ വെച്ച് നോക്കുമ്പം നിങ്ങൾക്ക് ഏറ്റവും പ്രഷ്യസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഈ ഒരു ചീറ്റിംഗ് ചെയ്തു പോയ, നിങ്ങളെ വിട്ടുപോയി നിൽക്കുന്ന ആ ഒരു പേഴ്സണാണ്. നിങ്ങൾക്കിപ്പോഴും അതൊരു ഹാർട്ട് ബ്രോക്കൺ ആണ്, താങ്ങാൻ വയ്യാത്തൊരു പെയിനായിട്ട് തന്നെയാണ് നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ ഓർമ്മകളെയും ആ ഒരു വ്യക്തിയെയും കാണുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നത് ഇമോഷണലി ആ ഒരു വ്യക്തിയിൽ നിന്ന് എത്ര പെയിനും കിട്ടിയാലും, എന്തെല്ലാം വെല്ലുവിളികളെ നേരിടേണ്ട വന്നാലും ആ ഒരു പേഴ്സണെ കണക്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ, ആ ഒരു വ്യക്തി നിങ്ങളിലേക്കൊന്ന് പൂർണ്ണതയോടുകൂടി വന്നിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ഇമോഷണൽ പരമാകുന്ന ഒരു കാര്യത്തിൽ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾ സെൽഫ് ലവ് എനർജിയിലാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് സന്തോഷവും പല കാര്യങ്ങളും കണക്റ്റ് ചെയ്യാനും പല കാര്യങ്ങളിലും പൂർണ്ണത വരുത്താനും ഇമോഷണൽ പരമാകുന്ന പല ബന്ധങ്ങളെയും റീകണക്റ്റ് ചെയ്തെടുക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്കൊരു പേഴ്സൺ, നിങ്ങളെ ചീറ്റിംഗ് ചെയ്തു പോയൊരു വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ശക്തമാകുന്നൊരു ഹാർട്ട് ബ്രോക്കൺ ആണ് ഈ ഒരു കറൻറ്റിലി പോലും ആ ഒരു സാഹചര്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത്. അവിടെ നിന്നും പോസിറ്റീവായിട്ട് ഒന്നും നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങൾ ആ ഒരു ബന്ധത്തിൽ പൂർണ്ണമായും കണക്റ്റഡ് ആണ്, സ്റ്റക്ക്
സ്റ്റക്കാണെന്നാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏത് ബർഡനെയും ചുമക്കാൻ, ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ പറ്റുന്നൊരു പേഴ്സണാണ്. പക്ഷേ ഈ ഒരു ഇമോഷണൽ പരമാകുന്ന കാര്യത്തിൽ നിങ്ങളൊരു അഡിക്ഷനിൽ പെട്ട് നിൽക്കുന്നു എന്ന് തന്നെ പറയാം. നിങ്ങളുടെ മുന്നിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസുകൾ വരുന്നുണ്ട് കേട്ടോ. ഒന്നിലധികം കാര്യങ്ങൾ, അത് ഫിനാൻഷ്യലി ആണെങ്കിലും കരിയർ പരമായിട്ടാണെങ്കിലും ജീവിതത്തിൽ പുതിയ പുതിയ ചില കാര്യങ്ങൾ വാങ്ങുവാനും കൊടുക്കുവാനും ഒക്കെ ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടി വരുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ വന്ന് ചേരുന്നുണ്ടെങ്കിലും നിങ്ങൾക്കൊരു ബർഡനെ ഇറക്കി വയ്ക്കാൻ പറ്റാത്ത വിധം നിങ്ങൾ ഒരു സ്റ്റക്ക് എനർജിയിൽ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ തന്നെ നിങ്ങളെ സംബന്ധിച്ചൊരു മായാലോകത്താണ് നിങ്ങൾ കേട്ടോ. കാരണം ഒന്നിലേക്ക് ഓവറായിട്ട് അഡിക്ഷനിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് സംഭവിക്കുന്നത്, നമുക്ക് വരുന്ന പുതിയ പുതിയ കാര്യങ്ങൾ, അവസരങ്ങളെ നമ്മൾ കാണാതെ പോകുമെന്ന് മനസ്സിലാക്കുക. നിങ്ങളപ്പം ഈ ഒരു പേഴ്സണിൽ അഡിക്റ്റഡ് ആയിട്ട് ഇതിൽ തന്നെ സ്റ്റക്കായിട്ട് നിൽക്കുമ്പം നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ്ങിൻ്റെ സമയമാണ്, നിങ്ങൾക്കൊരു പുതിയ മാറ്റത്തിൻ്റെ സമയമാണ്. നിങ്ങളുടെ കർമ്മ, നിങ്ങൾ ഇത്രയും നാളും അനുഭവിച്ച ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ പോകുന്നതായിട്ടും പുതിയൊരു ലൈഫ് സിറ്റുവേഷൻ, ഇനി ഒരു ജീവിത സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഓപ്പണിംഗ് ആവാൻ പോകുന്നു എന്നും യൂണിവേഴ്സ് കാണിച്ചു തരുന്നുണ്ട്. കുറച്ച് ഹാർഡ് വർക്കിംഗ് ചെയ്യേണ്ടി വരും, കുറച്ചൊരു എഫേർട്ട് എടുക്കേണ്ടി വരും നിങ്ങൾ ഇനി ഒരു പുതിയ തുടക്കത്തിന് ഇറങ്ങുമ്പോൾ. കാരണം അത്രത്തോളം നിങ്ങൾക്ക് തകർച്ചയും ഒറ്റപ്പെടലും പരാജയങ്ങളും സംഭവിച്ചൊരു പേഴ്സണാണ്. അപ്പോൾ ഇനി ഒരു ന്യൂ ബിഗിനിങ് എന്ന് പറയുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കർമ്മയോ കാലഘട്ടങ്ങളിൽ സംഭവിച്ചു പോയ തെറ്റിൻ്റെതോ അല്ലെങ്കിൽ നിങ്ങൾ നല്ലപോലെ ആലോചിച്ച് തീരുമാനമെടുക്കാത്തതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് വന്നുപോയ ചില നഷ്ടങ്ങൾ, ഇങ്ങനെയുള്ള കർമ്മകൾ നിങ്ങളെ കണക്ട് ചെയ്ത് നിൽപ്പുണ്ട്. ഈ കർമ്മകളിൽ നിന്നും ഒരു ന്യൂ ബിഗിനിങ്, അത് എൻഡ് ആകുന്നു. നിങ്ങളുടെ കർമ്മ, നിങ്ങൾ അനുഭവിച്ച പല പ്രശ്നങ്ങളും എൻഡ് ആകുന്നു. നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ്ങിൻ്റെ സമയമാണ്. പക്ഷേ ഇതിനകത്ത് കാണുന്നത് എഫോർട്ട് എടുക്കണമെന്ന് തന്നെയാണ് കേട്ടോ. ഈ എഫോർട്ട് എടുക്കുക എന്ന് വന്നത് നിങ്ങൾ ഇപ്പോഴും ഏതൊക്കെയോ കാര്യങ്ങളിൽ സ്റ്റക്കാണ്. പാസ്റ്റിലെ ചില ട്രോമകളിൽ നിങ്ങൾ സ്റ്റക്കാണ്. നിങ്ങൾക്ക് ഇപ്പോഴും ഒരു കോൺഫിഡൻസ്, ഒരു കാര്യം പൂർണ്ണമാക്കാൻ പറ്റാത്തൊരു കോൺഫിഡൻസ് വന്നിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങൾ ആ ഒരു വ്യക്തി ബന്ധത്തിൽ, നിങ്ങളുടെ മനസ്സിൽ ആ ഒരു റിലേഷനിൽ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് കാണുന്നത്. നിങ്ങളുടെ കർമ്മ, നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ബാഡ് കർമ്മയുടെയൊക്കെ എൻഡിങ് ആണ് നമുക്ക് യൂണിവേഴ്സൽ മെസ്സേജിലും. ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന ബാഡ് കർമ്മകൾ എൻഡ് ആകുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ നിങ്ങളുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കർമ്മകൾ എൻഡ് ആവുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പ്രാർത്ഥനയുടെയും മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നതിൻ്റെയൊക്കെ ഫലം തന്നെ ആയിരിക്കാം നിങ്ങൾക്ക് മാറ്റം വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ എനർജി എന്താണെന്നാണ്, നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന അവർ പോസിറ്റീവായ ഒരു സിറ്റുവേഷൻസിലാണ് കേട്ടോ നിൽക്കുന്നത്. അവരൊരു ഇമോഷണൽ ബാലൻസോട് കൂടി ഒരു ഹാപ്പി ഫാമിലി എനർജി ആവാം. അതല്ലെങ്കിൽ അവർ മറ്റൊരു സിറ്റുവേഷൻസിൽ അവർ ചൈൽഡ്ഹുഡ് കാലം മുതൽക്ക് റിലേഷനുമായിട്ട് കണക്റ്റ് ചെയ്തു പോയിരുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു എനർജിയിലാവാം. എന്താണെങ്കിലും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സൺ ഇമോഷണൽ ബാലൻസോട് കൂടി ഹാപ്പിനെസ്സോട് കൂടിയാണ് ഈ ഓരോ നിമിഷവും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് എല്ലാ രീതിയിലും ഹാപ്പിനെസ്സാണ് കേട്ടോ. അത് ഫിനാൻഷ്യലി ആണെങ്കിലും ഇമോഷണലി ആണെങ്കിലും ഇൻ്റലക്ച്വലി ആണെങ്കിലും അവർക്ക് എല്ലാ എനർജികളും പോസിറ്റീവായിട്ട് ഹാപ്പിയോട് കൂടി നിൽക്കുന്ന ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. മാനിഫെസ്റ്റിംഗ് പവർ ഉണ്ട് അവർക്ക്. കാരണം അവർ ഏതോ ഒരു സിറ്റുവേഷൻസിൽ ട്രാപ്പിലാണ് കേട്ടോ. ഒരു ഫെമിനിയൻ എനർജിയുടെ കൈക്കുള്ളിലാണ് നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ. രണ്ടു പേർക്കും ഒരുപോലെ പവർഫുള്ളുള്ള മാനിഫെസ്റ്റിംഗ് പവറുള്ള എനർജി, അതായത് നല്ല കഴിവുള്ള വ്യക്തിത്വങ്ങളാണ് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. നിങ്ങളുടെ ഈ ഒരു മനസ്സിൽ ചിന്തിക്കുന്ന പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം നല്ല രീതിയിൽ വാക്ചാതുര്യമുള്ള എഡ്യൂക്കേറ്റഡായ, അതുപോലെ എല്ലാ പൂർണ്ണതകളോടും കൂടിയ വളരെയധികം പോസിറ്റീവായിട്ട് നിൽക്കാവുന്ന, അതായത് സമൂഹത്തിലൊക്കെ ഒരു നിലയും വിലയും ഒക്കെ ഉള്ളൊരു പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത്. ഒന്നെങ്കിൽ അവർ ഫാമിലി എനർജിയിലാണെങ്കിൽ അവരവിടെ വളരെ പോസിറ്റീവായിട്ട് തന്നെ കടന്നു പോകുന്നു. അതല്ലെങ്കിൽ അവരൊരു ഫെമിനിയൻ എനർജിയുടെ പിടിയിലാണ് എന്ന് തന്നെ പറയാം. പക്ഷേ അത് പോസിറ്റീവായിട്ട് അവർ കടന്നു പോകുന്നു. ഇമോഷണൽ ബാലൻസാണ് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ നോക്കുമ്പോൾ. അവരെല്ലാ രീതിയിലും മെച്യൂരിറ്റിയോട് കൂടിയും ഇമോഷണൽ ഹാപ്പിനെസ്സോട് കൂടിയും അവർക്ക് ഇമോഷണലി എല്ലാ സംതൃപ്തിയും അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ മറ്റെല്ലാ രീതിയിലും അവർക്ക് എല്ലാ കാര്യങ്ങളും
അങ്ങോട്ടും പൂർണ്ണതയോടുകൂടി അവർക്കൊരു കുറവില്ലാതെ നിൽക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. അതായത് അവരൊരു പുതിയ പ്രണയം അവരുടെ ലൈഫിൽ വന്നു ചേർന്നതായിട്ട്, ഒരു അൺകണ്ടീഷണൽ ലവ്, അവർക്കൊരു ബ്ലെസ്സിങ്സോട് കൂടി ഒരു പ്രണയം അവർക്ക് കണക്റ്റഡ് ആയി എന്ന് തന്നെയാണ് കാണുന്നത്. അത് അവർക്കൊരു വിജയമായിട്ടും അവർക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയൊരു ഡിവൈൻ ബ്ലെസ്സിങ്സ് ആയിട്ടും അവർ കാണുന്നു കറൻറ്റ് സിറ്റുവേഷൻസിലെന്നാണ് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത്. കാരണം അവർ കുറച്ച് നാളൊരു ഒറ്റപ്പെടൽ എനർജിയിൽ നിന്നിട്ടുണ്ട് കേട്ടോ. അവർക്ക് എന്തൊക്കെയോ നഷ്ടങ്ങളോ അവരെന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കരിയർ പാതയായിട്ടൊക്കെ ആയിരിക്കാം ഒരു ട്രാവലിംഗ് പോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങി തിരിച്ചതും അതിനകത്ത് അവർക്ക് ഒരു ഒറ്റപ്പെടലും അതുപോലെ തന്നെ അവർക്ക് ചില നഷ്ടങ്ങളുമൊക്കെ ഒരു യാത്രയെ സംബന്ധിച്ച് അവർക്ക് സംഭവിച്ച ഒരു എനർജി കാണുന്നുണ്ട്. ഒരു ഫ്യൂച്ചർ പ്ലാനിങ്ങിൽ അവർക്കൊരു തട്ടുകേട് സംഭവിച്ചതിൻ്റെ ഇടയിലാണ് ഈ ഒരു പേഴ്സണുമായിട്ട് അവർക്കൊരു റീയൂണിയൻ എനർജി സംഭവിച്ചിരിക്കുന്നത്. അവരുടെ കറൻറ്റ് സിറ്റുവേഷൻസിൽ നോക്കിയാൽ ഒരു റീയൂണിയൻ എനർജി, ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇമോഷണലി കപ്പ് ഓഫ് ലവ് കൈമാറിയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നെങ്കിൽ ഈ ഒരു പേഴ്സണേക്കാൾ ഏജ്ഡ് ആയ ഒരു വിഡോയായ സ്ത്രീയുടെ എനർജി ആവാം, അതല്ല എങ്കിൽ വളരെയധികം സ്ട്രോങ് ആയ കരുത്തുള്ള എന്ത് കാര്യത്തിനും ആക്ഷൻ എടുക്കാനും സ്ട്രോങ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ പവറൊക്കെ ഉള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ് കാണുന്നത്. കാരണം സാധാ രീതിയിലുള്ള ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയല്ല, വളരെയധികം പവർഫുള്ളായതും സ്ട്രോങ് ആയതും മാത്രവുമല്ല എന്തിനും മുന്നിട്ടിറങ്ങാൻ ധൈര്യമുള്ളതും ഇമോഷൻസിലൊന്നും പെട്ടുപോകുന്നതുമല്ലാത്ത ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയുടെ എനർജിയാണ് കാണുന്നത്. മാത്രവുമല്ല നല്ല എഡ്യൂക്കേറ്റഡ് ആയ ഒരു പേഴ്സണാലിറ്റിയും കൂടിയാണ് ഈ ഒരു പേഴ്സൻ്റെ ഇപ്പോഴത്തെ കറൻറ്റ് സിറ്റുവേഷൻസിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സാഹചര്യം കാണുന്നത്. തീർച്ചയായിട്ടും അതിനകത്തൊരു ആക്ഷൻ എടുത്തിരിക്കുകയാണ് കേട്ടോ. അവരങ്ങോട്ടും ഇങ്ങോട്ടും പൂർണ്ണതയോടുകൂടി ഒരു ആക്ഷൻ എടുത്തിരിക്കുന്നതായിട്ടും ലൈഫിലൊരു ബിഗ് ചേഞ്ചിങ് വന്ന് നിൽക്കുന്നു. നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലൊരു വലിയൊരു മാറ്റം വന്നതായിട്ടുമാണ് കാണുന്നത് കേട്ടോ. അത് അവർ ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്തു പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. റീയൂണിയൻ എനർജിയാണ്. ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ അവരുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു പേഴ്സൺ ആവാം, അതല്ലെങ്കിൽ നിങ്ങൾക്ക് മുൻപേ അവരുടെ ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയുടെ റീ എൻട്രി ആയിരിക്കാം. ഒന്നെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് എനർജിയിലൂടെ കണക്റ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു പേഴ്സണും ആവാം. എന്താണേലും റീയൂണിയൻ ആൻഡ് സെലിബ്രേഷൻ എനർജിയിലൂടെ കടന്നു പോകുന്നു. നിങ്ങളുടെ പേഴ്സൺ വളരെ പോസിറ്റീവായ ഒരു ആറ്റിറ്റ്യൂഡാണ്, ഗുഡ് എനർജിയാണ്. അവരെല്ലാ രീതിയിലും ഒരു സക്സസ് എനർജിയിൽ എന്തൊക്കെയോ നേടിയെടുത്തു എന്നുള്ള ഒരു പവറിലൂടെ തന്നെയാണ് കേട്ടോ ഇപ്പോൾ കടന്നു പോകുന്നത്. കാരണം അവരെ സംബന്ധിച്ച് കാലം അനുകൂലമാണ്. അതുപോലെ പക്ഷേ ഈ ഒരു ഫെമിനിയൻ എനർജി, ഇതിനകത്തുള്ള ഫെമിനിയൻ എനർജി, അത് നിങ്ങളുടെ വ്യക്തി ആയിക്കോട്ടെ അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആയിക്കോട്ടെ, ഒരു ബൗണ്ടറി ഇട്ടാണ് ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് നിൽക്കുന്നത്. അതേസമയം മസ്കുലൻ എനർജി സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുത്ത് നിൽക്കുന്നതായിട്ടുമാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇതിനകത്ത് ഒരു റീ എൻട്രി എന്ന് പറയുന്ന ഒരു എനർജിയാണ് കാണുന്നത്. പാസ്റ്റിൽ നിന്നും കടന്നു വന്നിരിക്കുന്ന ഒരു ബന്ധത്തെ തന്നെയാണ് നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നത് കേട്ടോ. നിങ്ങൾക്കും ഈ ഒരു റിലേഷനും കണക്ട് ചെയ്ത് എന്താണ് സംഭവം മാറ്റം വരാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നെങ്കിൽ വളരെയധികം ശക്തമാകുന്ന ഒരു സെലിബ്രേഷൻ എനർജിയിലൂടെ കടന്നുപോയ പേഴ്സൺ ആയിരിക്കാം. നിങ്ങളുടെ വ്യക്തിയും ഈ ഒരു വ്യക്തിയും തമ്മിൽ വളരെയധികം വിശ്വസ്തയോടുകൂടിയും വളരെയധികം റിലാക്സ് എനർജിയോടുകൂടിയും ഒരു ഫ്യൂച്ചർ ലൈഫ് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഭാഗ്യമാകുന്ന സക്സസ്, ചിലപ്പോൾ ഒരു ഭാര്യ ഭർത്തൃ ബന്ധം പോലെയോ അതല്ലെങ്കിൽ പൂർണ്ണമായും അങ്ങോട്ടും ഇങ്ങോട്ടും തുറന്നു പറഞ്ഞ് നിങ്ങളുടെ ലൈഫിലെ ഒന്നും ഒളിക്കാനില്ലാത്ത വിധം നിങ്ങൾ തമ്മിൽ ഓപ്പണിംഗ് എനർജിയിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തിബന്ധങ്ങളെ തന്നെയാണ് കാണാൻ പറ്റുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് നോക്കുമ്പം ഒരു കാർമിക് എനർജിയാണ് നിങ്ങൾക്കിടയിൽ. അപ്പം ഈ ഒരു റിലേഷനിൽ വരാൻ പോകുന്ന മാറ്റമെന്ന് പറയുന്നത് ഇതിനകത്തൊരു ഓവർ തിങ്കിങ് എനർജി കണക്ട് ചെയ്ത് നിൽപ്പുണ്ട്. അതായത് ഒരു കാർമിക് സിറ്റുവേഷൻസ് ആക്ഷൻ എടുക്കുക എന്നത് കുറച്ച് കാലതാമസം വരുന്ന അല്ലെങ്കിൽ അതിനു വേണ്ട ഒരു സിറ്റുവേഷൻസ് ഉണ്ടാവണം, ഒരു അവസരം വന്ന് ചേരണം. അതായത് ഡിവൈൻ്റെ ഒരു സപ്പോർട്ടിങ് ഈ ഒരു റിലേഷനെ ബേസ് ചെയ്തൊരു ചേഞ്ചിങ് വരണമെങ്കിൽ ഡിവൈൻ സപ്പോർട്ടിങ് വേണമെന്ന് തന്നെയാണ് കാണുന്നത്. അതായത് ഒരു മിറാക്കിൾ സംഭവിക്കണം. തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എടുത്താലും ഈ ഒരു റിലേഷനിൽ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കാനേ നിങ്ങളുടെ പേഴ്സണ് സാധിക്കുകയുള്ളൂ. പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആവുക എന്നത് അസാധ്യമായൊരു കാര്യമായിട്ടാണ് കാണുന്നത്. കാരണം ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങൾ നിങ്ങളെയും ഈ ഒരു പേഴ്സണെയും കണക്റ്റ് ചെയ്ത് നിൽപ്പുണ്ട്. ആ സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഓപ്പർച്യൂണിറ്റീസിൽ ഒന്ന് മാത്രമാണ് നിങ്ങളെന്ന് പറയുന്നത് അവർക്കൊരു കുറവാണ് അവരുടെ ലൈഫിലെങ്കിൽ പോലും അവരെ സംബന്ധിച്ച് അവരുടെ ജീവിത രീതിയിൽ പെട്ടുപോയതായിരിക്കാം. ഓപ്പർച്യൂണിറ്റീസിൽ ഒന്നിലധികം
വളരെയധികം ഓപ്പർച്യൂണിറ്റീസുകൾ ഉള്ളതിനകത്ത് ഒരു വ്യക്തി മാത്രമായിട്ടാണ് നിങ്ങളെ അവിടെ കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഈ ഒരു റിലേഷനെ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ ആക്ഷൻ എടുത്താലും ബൗണ്ടറി ഇട്ട് നിൽക്കേണ്ടി വരും ഈ ഒരു ബന്ധത്തിൽ എന്നാണ് കാണുന്നത്. മാത്രവുമല്ല ഹാർട്ട് ബ്രോക്കൺ എനർജിയാണ് കേട്ടോ. നിങ്ങളിപ്പം അനുഭവിക്കുന്ന ആ ഒരു എനർജിയിലൂടെ തന്നെ നിങ്ങൾക്ക് ഫ്യൂച്ചറിലേക്കും കടന്നു പോകേണ്ടി വരും. പെയിൻ തന്നെയാണ്. കാരണം ഒരു ഇൻവെസ്റ്റ് ചെയ്യുക എന്നത് കൺഫ്യൂസ്ഡ് ആക്കി തീർക്കുമെന്ന് തന്നെയാണ് കാണുന്നത് നമുക്ക് ഈ ഒരു റിലേഷനെ കണക്റ്റ് ചെയ്ത് നോക്കുമ്പം കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ മിസ്യൂസ് ചെയ്തു, നിങ്ങൾക്കൊരു പവർ ലോസ് വരുത്തി എന്നതിനപ്പുറത്തേക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾക്കൊന്നും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കാണുന്നത്. ഫ്യൂച്ചറിലേക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബന്ധത്തിനൊരു എൻഡിങ് ആണ്. കാർമിക്കായിട്ട് വന്നൊരു റിലേഷൻ ആണ് ഈ ഒരു ബന്ധമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി നിങ്ങളുടെ ഡെസ്റ്റിനിയിൽ പെട്ട ഒരാളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മാത്രവുമല്ല നിങ്ങൾക്ക് ഈ ഒരു ബന്ധത്തിൽ നിന്നും ടോക്സിക് ആകുന്ന, അതായത് അൺഹെൽത്തി ആകുന്ന ചില അനുഭവങ്ങൾക്കപ്പുറത്തേക്ക് നമുക്കൊന്നും ലഭിക്കാൻ സാധ്യത കാണുന്നില്ല. കൺഫ്യൂസ്ഡ് എനർജിയാണ്. ഫിസിക്കൽ പരമാകുന്ന, അതായത് ഇതിനകത്തൊരു പ്രണയബന്ധമാണെങ്കിൽ അതിൽ ഫിസിക്കൽ പരമാകുന്ന ചില കാര്യങ്ങൾ മാത്രം നിങ്ങൾക്ക് യോഗം ഫ്യൂച്ചറിലേക്ക് കാണുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആക്ഷൻ എടുക്കും. ബൗണ്ടറി ഇട്ട് മാത്രമാണ് ആക്ഷൻ എടുക്കപ്പെടുകയുള്ളൂ. നിങ്ങൾക്ക് എപ്പോഴും പെയിൻ എനർജിയിലൂടെ മാത്രമേ ഈ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും പറ്റുകയുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു റിലേഷനിൽ നിന്നും ലഭിക്കില്ല. ഒറ്റപ്പെടൽ നിങ്ങൾ ഒരുപാട് അനുഭവിക്കേണ്ടി വരും. ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ഭയപ്പെടുന്ന ഒരു സിറ്റുവേഷൻസും കാണിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പവർ ലോസ് സംഭവിക്കുന്ന, അതായത് നിങ്ങളെ മിസ്യൂസ് ചെയ്യുന്നൊരു എനർജി ആയിട്ടാണ് കേട്ടോ കാണുന്നത്. അത് ഫിനാൻഷ്യലി ആണെങ്കിലും നിങ്ങളുടെ സെക്യൂരിറ്റി, നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് കടന്നു വന്ന് നിങ്ങൾക്ക് വീണ്ടും സ്തംഭനാവസ്ഥകൾ സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ടോക്സിക് ആയിട്ടാണ് കേട്ടോ ഈ ഒരു റിലേഷനെ കാണുന്നത്. എപ്പോഴും കൺഫ്യൂസ്ഡ് ആയിരിക്കും. കാരണം ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം അവർ നിൽക്കുന്ന സിറ്റുവേഷൻസിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് ഊരിപ്പോരാൻ, രക്ഷപ്പെടാൻ ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ ഈ ഒരു റീഡിങ്സ് കേട്ടിട്ട് ഇത് നിങ്ങൾക്ക് എല്ലാവർക്കുമാണ് എന്ന് ചിന്തിക്കരുത്. കാരണം ഇത് റെസനേറ്റ് ആവുന്നവർ മാത്രം എടുക്കുക. പേഴ്സണൽ റീഡിംഗ് എടുത്ത് നിങ്ങളുടെ പേഴ്സണും നിങ്ങളും തമ്മിലുള്ള ബന്ധം ക്ലിയർ ചെയ്ത് നോക്കണം കേട്ടോ. അതല്ലാണ്ട് നമുക്ക് കിട്ടുന്ന എനർജി ഞാൻ വളരെ വ്യക്തമായിട്ട് പറയും. അതിനകത്ത് എനിക്ക് കള്ളത്തരം ഒന്നും കാണിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാനിത് നെഗറ്റീവ് പറഞ്ഞതുകൊണ്ട് നെഗറ്റീവ് പറഞ്ഞു എന്നാക്കും. ഇതിനകത്ത് നെഗറ്റീവായി കണ്ട കാര്യം ഞാൻ എന്താണെങ്കിലും അത് ക്ലിയർ ആയിട്ട് പറയുള്ളൂ കേട്ടോ. അപ്പോൾ എന്നോട് ഒന്നും തോന്നരുത്. റീഡിങ്സ് ഇഷ്ടമാവുകയാണെങ്കിൽ, റെസനേറ്റ് ആവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക കേട്ടോ.